പ്രേക്ഷകരെ, ഉടനടി വാർത്ത ഇപ്പം നിൽക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കേട്ടോ. നിർദ്ദിഷ്ട ശബരിമല എയർപോർട്ട് ഉണ്ടോ? നേരെ കാണുന്നത് റബ്ബർ വെട്ടുകയാണ്, റബ്ബർ തടി വെട്ടുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെ കൈതക്കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഭൂമിയുടെ കിടപ്പും വലിയ വാരിച്ച ചിലവുകളും ഇല്ലാത്തതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് നമുക്കറിയാം, തെക്കൻ കേരളത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം വെള്ളപ്പൊക്കം അങ്ങനെയുള്ള ഉപദ്രവം ഇല്ലാത്തതും ഒക്കെ ഏറ്റവും വലിയ കഠിനാധ്വാനം ഇല്ലാതെ തന്നെ, വലിയ പൈസ ചിലവില്ലാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ളതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ശബരിമല എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർക്കാർ ഏറ്റെടുക്കാനുള്ള, ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള കാരണം. നമുക്കറിയാം, ഏതാണ്ട് 2600 ചില്ലുവാനം ഏക്കർ സ്ഥലമുള്ള ഈ റബ്ബർ തോട്ടം ചെറുവള്ളി എസ്റ്റേറ്റ്. അത് എയർപോർട്ടിന് തികയില്ല. അപ്പം പുറത്തുനിന്ന് തന്നെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള ശ്രമമൊക്കെ കഴിഞ്ഞ ദിവസം ഉള്ള ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ നടത്തിയിരുന്നു സർക്കാർ. അതിന് റീസർവേ, പുറത്തുള്ളവരുടെ കുറച്ച് ആളുകളുടെ റീസർവേ ഒക്കെ നടത്തി. ഇപ്പോൾ റീസർവേ നടത്തിയവരെല്ലാം ആശങ്കയാണ്. കാരണം എയർപോർട്ടിന് സംബന്ധമായിട്ട് അടുത്ത സ്റ്റെപ്പിനുള്ള കാര്യങ്ങൾ സർക്കാർ ബന്ധപ്പെട്ടവർ ചെയ്തിട്ടില്ല, തീരുമാനിക്കുന്നില്ല. തീരുമാനത്തിൽ കാലതാമസം, അതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഇവിടെ. കാരണം ഭൂമിയുടെ റീസർവേ നടത്തി പോയിരിക്കുന്നവർക്ക് മറ്റുള്ള കാര്യത്തിലൊന്നും ഈ ഭൂമി വിനിയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അവരുടെ ആശങ്കകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ചു, ഏതാണ്ട് 3000-ഓളം ഏക്കർ സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 അതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരതിര് ഇവിടുന്ന് മുക്കട എരുമേലി റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കനകപ്പലം, കാര്യത്തോട് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചേനപ്പാടി, തൊട്ട് വലത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മുക്കടയ്ക്ക് അപ്പുറത്തുള്ള ചാരുവേലി, അങ്ങനെ പോകുന്നു. അങ്ങനെ ആ ഏരിയ അതിൻ്റെ 4 വശം കിടക്കുന്നത് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇത്. കാരണം എന്നറിയാമോ, നമ്മുടെ ഈ എയർപോർട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും കേട്ടോ. ഭയങ്കര ഡെവലപ്പിംഗ് ആവും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി 3 ജില്ലകൾക്കാണ് ഇതുകൊണ്ട് ഏറെ പ്രയോജനം. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കും ആയിരക്കണക്കിന് യാത്രക്കാർക്കും ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. വലിയ നമുക്ക് ഈ 3 ജില്ലകൾക്ക് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. അപ്പം ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ LDF സർക്കാർ നടത്തിയിരുന്നു. വിവിധ 3-4 തവണ അവർ ഫണ്ട് അനുവദിക്കുകയും അതിനുള്ള പ്രാരംഭ പ്രവർത്തനം റവന്യൂ വകുപ്പിൽ നിന്നും റീസർവേ ആരംഭിച്ചു, മണ്ണ് പരിശോധന പൂർത്തിയാക്കി. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട എല്ലാ മറ്റുള്ള സർട്ടിഫിക്കറ്റ് വ്യോമയാന വകുപ്പിൽ നിന്നും കിട്ടേണ്ട എല്ലാ പേപ്പറുകളും ഏകദേശം 75% പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളതായിട്ടാണ് റിപ്പോർട്ട് കേട്ടോ. അപ്പം പുതിയ സർക്കാർ, UDF സർക്കാർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ എയർപോർട്ട് സംബന്ധമായിട്ട് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതിനുള്ള ഫണ്ടും അനുവദിച്ചിട്ടില്ല. അപ്പം നമുക്കറിയാം, ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ട്. കേരളത്തിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ള സംസ്ഥാനമായ കേരളം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് മാറ്റി, അതിപ്പം തുടരുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനൊന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി അതിൻ്റെ ഈ ഫണ്ടിൻ്റെ ലഭ്യത കുറവാണെന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അല്ലാതെ എയർപോർട്ട് സർക്കാർ തഴഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് നമുക്ക് പറയാനുള്ളത് ജനപ്രതിനിധികളോടാണ് പറയേണ്ടത്. ഈ 3 ജില്ലയിലെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ MP, MLA മാർ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ജനങ്ങളുടെ, പ്രത്യേകിച്ച് റീസർവേ ചെയ്ത ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ തയ്യാറാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ബാക്കി വരുന്ന എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൂടെ നിറവേറ്റി എത്രയും പെട്ടെന്ന് എയർപോർട്ടിൻ്റെ നിർമ്മാണം ഉടനെ തുടങ്ങുവാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. എല്ലാവരും ഒരു പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ജനപ്രതിനിധികളോട് നിന്ന് കഴിഞ്ഞാൽ, സർക്കാരും കൂടെ നിന്ന് കഴിഞ്ഞാൽ, അപ്പം സംസ്ഥാന സർക്കാർ അത് മുൻകൈ എടുക്കുകയും കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഇതിനുള്ള അംഗീകാരം വാങ്ങി എത്രയും പെട്ടെന്ന് നിർമ്മാണം കൂടെ പൂർത്തീകരിച്ചാൽ തെക്കൻ കേരളത്തിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും നമ്മുടെ ശബരിമല എയർപോർട്ട്. ശബരിമല എയർപോർട്ടെന്നും അറിയപ്പെടുന്നു, എരുമേലി എയർപോർട്ടെന്നും അറിയപ്പെടുന്നു. അപ്പം ശബരിമല എയർപോർട്ടിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ തെക്കൻ കേരളത്തിൽ നമുക്ക് സാധിക്കും.
ഇതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യുക. ഇഷ്ടമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ.